നമ്മളിപ്പോൾ ഉള്ളത് വളഞ്ഞങ്ങാനം വാട്ടർ ഫാൾസ് കഴിഞ്ഞിട്ട് വാഗമണ് പോകുന്ന റൂട്ടിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കോട ഒരു രക്ഷയില്ലാത്ത കോട. ഇപ്പോൾ സമയം ഉച്ചക്ക് 2 മണിയാണ്. നല്ല തണുപ്പ്, ചെറിയ മഴ ഇരുന്ന് നമ്മൾ കോട കയറി വരുന്നുണ്ട്. മഴ ഇനിയും വലിയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ രക്ഷയിലിട്ട് നല്ല തണുപ്പാണ് ശരീരത്തിന്. അങ്ങനെ ദാ നമ്മൾ കിസി മൗണ്ടൻ നമ്മളെ കോട്ടേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഒന്ന് നോക്കാൻ നിങ്ങൾ അമ്മ വ്യൂ എന്നറിയോ? ആ വീണ് അത് എവിടേക്ക് പോയി? സാധനം വീണു. ഉപ്പ് കഴിച്ചില്ലെങ്കിലും ഇതാ സാധനം ഇവിടെ ഇടാം. ഇവിടെ നമസ്കാരം, വില്ലേജ് വൈബ്സിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുലാപ്പള്ളിയാണ്. ഇവിടെ നേരെ നമ്മൾ പോകുന്നത് ഇപ്പോൾ വാഗമണ്ണിലോട്ടാണ്. അപ്പോൾ വാഗമണ്ണിലോട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജേണി. വാഗമണ്ണിൽ നമുക്ക് അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകൾ കണ്ട് അങ്ങനെ നമുക്ക് വാഗമണ്ണിലേക്ക് പോകാം. ഓക്കെ, ശരി. ഇന്നലെ താമസിച്ച വീട്ടിൽ നിന്നൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നല്ല മഴക്ക് സാധ്യത ഉണ്ട്. പത്തനംതിട്ടൊക്കെ റെഡ് അലേർട്ടാണ്. അപ്പോൾ നമ്മൾ ഷൂവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ചെരുപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലായും ചെയ്ത് ഇറങ്ങിയ സമയത്ത് എന്തായാലും ഇന്ന് മഴ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഏത് വല്ല മഴയും തോൽപ്പിച്ചിട്ട് എന്താ നമ്മൾ യാത്ര ചെയ്യും. നമ്മളിപ്പോൾ എരുമേലി മുണ്ടക്കയം റൂട്ടിലാണ് ഉള്ളത്. ഇതൊക്കെ ഈറ്റക്കാട് കാണുന്നുണ്ട്. ഞാൻ ഇറങ്ങുന്ന പ്രദേശം ആവൂലാന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പോകുന്ന വഴിയിൽ കണ്ടതാണ് ഒരു അരുവി. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഉൾക്കാട്ടിൽ നല്ല മഴ പെയ്തിരിക്കുന്നു. അതിൻ്റെ ആ കുത്തി ഒഴുകൽ കാണുന്നുണ്ട്. കുത്തി ഒഴുകി കലങ്ങി ഒഴുകുന്നതാണ്. ഇവിടുന്ന് പോകാം. വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നാണ്. രണ്ട് ദിവസമായിട്ടുള്ള മഴയിൽ ഇവിടെയൊക്കെ ഉറവ പിടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് മഴക്കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വെള്ളം ചാടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. വെള്ളം റോട്ടിലൂടെ ഒഴുകൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മഴ തുടങ്ങിയിട്ട് അധികം ദിവസം 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തിന് ഈ രീതിയിലായിട്ടുണ്ട്. ഇവിടെ കാലാവസ്ഥ നല്ലൊരു മഴയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. വണ്ടീൻ്റെ ഫീസ് ഇടക്കിടക്ക് പോകുന്നുണ്ട്. എവിടെ ഒരു വയർ ഷോർട്ടായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയ 3-ാമത്തെ ദിവസമാണ്. വയർ ഷോർട്ടാണ്. ആ മഴ ചാറിൽ തുടങ്ങിയിട്ടുണ്ട്. ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മഴ എത്തിയിട്ടുണ്ട്. നമ്മൾ മഴ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങിയോണ്ട് ഒരു വിഷയമില്ല. എന്ത് മഴ പെയ്താലും നമ്മൾ പോകും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം അതാ കാണുന്നത്. ചെറിയ രീതിയിൽ മഴ പെയ്ത് ഒന്ന് ഒതുങ്ങി. ഇതവിടെയൊക്കെ പുതിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ. ഇതൊക്കെ ചിലപ്പോൾ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചാടുന്നതാവും. ഏതായാലും വെള്ളച്ചാട്ടങ്ങളൊക്കെ വെള്ളമായി വരുന്നുണ്ട്. അപ്പോൾ ഇനി സന്ദർശകർക്ക് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. കുഴപ്പമില്ലാത്ത രീതിയിൽ കോട കയറി വരുന്നുണ്ട്. മഴ ഇനിയും വലിയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ രക്ഷയിലിട്ട് നല്ല തണുപ്പാണ് ശരീരത്തിന്. ജാക്കറ്റൊന്നുമില്ല. പക്ഷേ ഷൂ ഒന്ന് നമ്മൾ കയറിൽ കെട്ടിച്ചുകൊണ്ട് ഒരു ടെൻഷനുമില്ല. ഡ്രസ്സൊക്കെ നമ്മൾ പണി കിട്ടും. ഷൂവാണ് ഉണങ്ങാൻ പഠിച്ചു. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ ഭയങ്കര മറ്റമാണ്. കാരണം പെട്ടെന്ന് കാല് തന്നെ അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണം. ഇത് പ്രശ്നമില്ല. ഇത് നമുക്ക് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് തണുപ്പ് ഓവറായി കഴിഞ്ഞാൽ നമ്മൾ ആ പായിട്ടിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കിയാൽ മതി. വേറെ വിഷയങ്ങളൊന്നും. തുള്ളി മഴ. ഫ്രണ്ടിൽ
പൊളി 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 ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നമ്മളെത്തി. പൊളി പൊളി. മഴയത്ത് നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നറിയോ? ഇതേതാ വെള്ളച്ചാട്ടം? ഇത് വിളഞ്ഞങ്ങാനം എന്തോ പേരുള്ളൊരു വെള്ളച്ചാട്ടമാണ് സംഭവം. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വീഡിയോ എടുക്കണടാ. അങ്ങോട്ട് വണ്ടിയിട്ട് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആക്കി വീഡിയോ എടുക്കാം. ഇറങ്ങി നമ്മളങ്ങനെ പോന്ന് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിന് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. മഴ ഉണ്ടായതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളമുണ്ട്. സമയം എത്ര നേരം നിങ്ങൾക്ക്? ഉച്ചക്ക് 2 മണി. ഫോഗ് നോക്കാണ്. എമ്മാ ഫോഗ്. ചിലപ്പോൾ ലെൻസിൽ വന്നിങ്ങനെ അടിച്ചിട്ട് വീഡിയോൻ്റെ ക്ലിയർ കുറയാൻ സാധ്യത ഉണ്ട്, ഈർപ്പം തട്ടിയിട്ട്. എങ്ങനെ കാജ പറഞ്ഞ ലെൻസൊക്കെ തട്ടിയിട്ട് നിങ്ങളെ കണ്ണ് തട്ടുന്ന പറഞ്ഞത് കാണുന്നവർ അമ്മാതിരി പോകാന്നാ. ഇത് പൊളിയാട്ടാ, ഇത് പൊളി. റോഡ് കാണുന്നില്ല ശരിക്കും. പൊളി പൊളി. നമ്മളെ ഫോഗ് ലാമ്പാണ് കൊടുക്കുക. വേറെ വണ്ടിക്കാരെ നമ്മളെ ശ്രദ്ധിച്ചോട്ടെ. അമ്മാ ഫോഗ്, ഫുൾ ഫോഗ്. അവിടെ പിക്ക് അടിച്ചാലോ ഇവിടുന്ന്. അവിടെ ഒരു പിക്ക് അടിക്കാൻ അവിടെ വിടുന്നു. അത് കിട്ടും. വണ്ടി ഞാൻ തിരിച്ചുവിടില്ലെങ്കിൽ പൊളി. ഇത് നമ്മളെ വണ്ടിൻ്റെ വിഷയം അവിടെ നിൽക്കാൻ ഒരാളെയും കിട്ടുന്നില്ല. നല്ല ഫോഗ്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇത് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി ഇവിടുന്ന്. ഇവിടെടാ, ഇതിലപ്പുറം നല്ലൊരു സ്ഥലമില്ല. ഇവിടെ ഫോഗ് പോയാൽ നിർത്തുമ്പോൾ ഫോഗ് കാണില്ല. ഇവിടെടാ, ഇവിടെ അതൊന്നും കൂടി വളവ് കണ്ടി കേൾക്കാം. ആയിക്കോട്ടെ. പിക്കടിക്കൽ നിർബന്ധം. ഈ ഫോഗിലൊക്കെ പിക്കടിച്ചില്ലെങ്കിൽ ആള് മരിക്കുകയല്ലേ. ഇവിടെ നിർത്തണം എന്തായാലും. ഇത് നിർത്തുമ്പോൾ ഫോഗ് കാണുന്നില്ല, അതാണല്ലോ വിഷയം. വളവായി നമുക്ക് തോന്നുന്നുണ്ട് നിർത്തുമ്പോൾ ഫോഗില്ലാത്ത മാതിരി. ഇവിടെ നല്ലുണ്ട്. ഇവിടെ ഇട്ട് പിടിക്കാം വണ്ടിയെ കൂട്ടി. ഇവിടെ നിർത്തി ഇറങ്ങി വേഗം ഇറങ്ങും. പോവരുത് പോകെ 5 മിനിറ്റ് ഞങ്ങൾക്ക് മടിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കഴിഞ്ഞിട്ട് വാഗമണ് പോകുന്ന റൂട്ടിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കോട, ഒരു രക്ഷയില്ലാത്ത കോട. ഇപ്പോൾ സമയം ഉച്ചക്ക് 2 മണിയാണ്. നല്ല തണുപ്പ്. ചെറിയ മഴ ഇരുന്ന് നമ്മൾ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയാണെന്ന്. കാരണം നമ്മൾ ഷൂ ഒക്കെ ഒഴിവാക്കി, കാൽമന്ന് ചെരുപ്പാക്കിയിരിക്കുന്നത്. സൂപ്പറിട്ട് ഒരു രക്ഷയില്ല. ഞാൻ സൗദിയിലായിരുന്നു. എൻ്റെ പേര് ഇർഷാദ്. അപ്പോൾ നിങ്ങൾ എല്ലാം ബുക്ക് ചെയ്തോ? സ്റ്റേ ചെയ്യുന്ന സ്ഥലം? സ്റ്റേ നമ്മളിപ്പോൾ ഇന്ന് 21 ദിവസമായി. ഒരു ദിവസം റൂം എടുത്തിട്ടുള്ളൂ. ഡ്രൈവിംഗ് ആയിരുന്നു? അല്ല, സ്റ്റേ നമുക്ക് 4 ദിവസം ടെൻ്റ് അടിച്ച് ബാക്കി ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പം ഇന്നിപ്പോൾ വാഗമണ്ണ് ഞങ്ങൾക്ക് ഒരു റിസോർട്ടിൽ താമസം ഓഫർ ചെയ്തിരുന്നു. പിന്നെ നാളെ കട്ടപ്പന ഒരു വീട്ടിൽ സ്റ്റേ ഉണ്ട്. ഇന്ന് 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ശബരിമല പോണ റൂട്ടിൽ ഒരു വീട്ടിലായിരുന്നു. അവിടെ 2 ദിവസം അവിടെ നിന്ന്. അതിന് മുന്നേ കൊല്ലത്തിൻ്റെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു, അവരെ വീട്ടിലിരുന്ന്. പിന്നെ ആലപ്പുഴ ഫേസ്ബുക്കിൽ നിന്ന് ഒരു ആൾ മെസ്സേജ് ചെയ്തിട്ട് അവരെ വീട്ടിലിരുന്ന്. 2-ാമത്തെ ദിവസം വൈകുന്ന് കണ്ടവൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകണേ. നമ്മൾ ടെൻ്റ് അടിക്കാൻ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെൻ്റ് അടിക്കാനോ സൗകര്യം. അപ്പോൾ ടെൻ്റ് അടിക്കാണ്ട് വീട്ടിൽ കിടന്നോളൂ തന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു.
നല്ല സപ്പോർട്ട് അല്ലായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ടോ? അല്ല റെയിൻ ജാക്കറ്റ് മാത്രം ഞങ്ങൾ എടുത്ത് ഉണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾ മഴ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ജൂൺ ഫസ്റ്റ് ആകുമ്പോൾ ഊട്ടിക്ക് എത്തണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് വരുമ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ്. പിന്നെ അതേമാതിരി നമ്മളെ ഷൂ ഉണ്ട് ഇതിന് ഉപയോഗിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഷൂ ഇതിൽ കഴിച്ചു വെച്ചതാണ്. കാരണം ഇത് ഡ്രസ്സൊക്കെ നനഞ്ഞാൽ പെട്ടെന്ന് തുടങ്ങും. ഷൂ ഉണങ്ങാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങിയാൽ പിന്നെ മഴ കൊണ്ടാലും പ്രശ്നമില്ല. വേണ്ട വേണ്ട അപ്പോൾ കുടിച്ചിട്ട് ഇറങ്ങിയാ ശരി. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, കാണാം. നമ്മൾ കുട്ടിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഗമണ്ണ് പോകണം. അതിന് നമുക്ക് ഫോണ് മഴ പെയ്തപ്പോൾ ഇതിലെടുത്ത് വെച്ചു. ലൊക്കേഷൻ നോക്കാൻ പറ്റൂല. ഇപ്പോൾ അവരോടും ചോദിക്കാം. ഇവിടുന്നാണ് തിരിയാനുള്ളതെന്ന് തോന്നുന്നുണ്ട്. റൂട്ട് ഉണ്ടാക്കിയത് കുട്ടിക്കാനും വാഗമണ്ണ് അങ്ങനെ എത്തിയുന്നത്. അതിൻ്റെ മുന്നേ ഒരു പെട്രോൾ പമ്പ് കിട്ടണം. അത് രണ്ടിലും 1/2 ലിറ്ററിൻ്റെ അടുത്ത്, അല്ല 1/2 ടാങ്കിൻ്റെ അടുത്തുണ്ട്. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ഈ റൂട്ട് എനിക്ക് കുറച്ചൊരു ഓർമ്മ കിട്ടുന്നില്ല. മുമ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കൺഫ്യൂഷൻ പറ്റില്ല. കുമ്മളി 36, കട്ടപ്പന 48, തേക്കടി, പീരുമോട്, വാഗമണ്ണ് നേരക്കന്നെ 23 കിലോമീറ്റർ. നമ്മൾ പോന്ന് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ചെറിയ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല, എല്ലാത്തിനും വെള്ളമായിട്ടുണ്ട്. അവിടെ ചെറിയൊരു അരുവി. അങ്ങനെ നമ്മൾ യാലപ്പാറയിൽ നിന്ന് വാഗമൺ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇനി ഇവിടുന്ന് 15 കിലോമീറ്ററാണ് വാഗമണ്ണുക്കുള്ളത്. അടുത്ത മഴക്കുള്ള തയ്യാറെടുപ്പിലാണ്. കാലാവസ്ഥ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യണത്. ചെറിയ തോടുകളൊക്കെ വെള്ളമായിട്ടാണ്, നല്ല വെള്ളമായിക്കണേ ഇവിടെ. കാരണം ഏതോ മാസങ്ങൾക്ക് മുന്നേ മഴ തുടങ്ങിയ പോലെയാണ് ഇവിടുത്തെ ഫീൽ കിട്ടുന്നത്. ജസ്റ്റ് ഒരു തോട് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് റോഡ് 2ആയിട്ട് വീട്ടുണ്ടല്ലോ. എവിടേക്കാണ് നമുക്കുള്ളത്? വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആവും. അത് പ്രൈവറ്റ് റോഡാണ്. ടൂറിസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഏലപ്പാറ വഴിയോര വിശ്രമ കേന്ദ്രം. വണ്ടിയുടെ സീറ്റിൻ്റെ ചോട്ടാണ് ഫോൺ വെച്ചിട്ടുള്ളത്. ഈ കാലാവസ്ഥയിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല. ഗോപ്രോ നമ്മളെ ഹെൽമെറ്റും ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയിലാണ് ഷൂട്ട് ചെയ്യണത്. കാരണം നല്ല തണുപ്പാണ്. ഒരുപാട് വണ്ടി പെട്ടെന്ന് ഉണ്ടായല്ലോ ഇവിടുന്ന്. ആ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അടുത്തു കൂടി പോകുമ്പോൾ അതിൻ്റെ സൈലൻസർ എടുക്കുന്നത് ചൂട് കിട്ടുമ്പോൾ എന്തൊരു സുഖം നടക്കും. വീണ്ടും തുടങ്ങി റോഡ് ബ്ലോക്കായും ചെയ്യും. ഇതാണ് ചടപ്പ്. കാരണം കൈയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പ് പിടിച്ചിരിക്കണ കൈയിനൊക്കെ. മഴത്ത് വണ്ടി നിർത്തിയാൽ പ്രശ്നമാണ്. ഓടുകയാണെങ്കിൽ അങ്ങനെ ഓടിപ്പോവും. ഒരുപാട് ദൂരത്തേക്ക് കാണുന്നുണ്ട് ബ്ലോക്ക്. എത്തിയിട്ടല്ലോ തോന്നുന്നു. വണ്ടി പമ്പ് കയറ്റാൻ നയിക്കണം. ഇവിടുന്ന് ഇനി 14 കിലോമീറ്റർ ഉണ്ട് വാഗമണ്ണിക്ക് എത്തുമെന്ന് വിചാരിക്കുക. കയറ്റാണ്. കയറ്റൊക്കെ ആകുമ്പോൾ ലിറ്റർ 15 കണക്ക് കൂട്ടിയാൽ മതി. ഈ റോഡും വെച്ചിക്കാണ്ട്. ആ ബസ്സൊന്നും കൂടി ഗ്യാപ്പിട്ടാണ് നമ്മൾ കയറിപ്പോവായിരുന്നു. ശരിക്കും ബസ് കൊണ്ടാണ് ഇപ്പോൾ പെട്ടത്. ബസ് പതുക്കെ പോകണല്ലോ. അയ്യോ നല്ലൊരു ഗ്രൗണ്ട് കിട്ടാ. ഒരു അടിപൊളി ഗ്രൗണ്ട് കെട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ അടുത്തെത്തുമ്പോൾ റോഡിൻ്റെ ഇടതുഭാഗത്ത് പച്ചപ്പുള്ള ഗ്രൗണ്ട്. ഇതാ കാണുന്നത്. ഒരു ഫുട്ബോളും ഉണ്ടല്ലോ എൻ്റെ നടുവിൽ. കളിൻ്റെ അടി ഇട്ടുകാണ്ട് പോയാ. അവിടെ ഒരു ഫ്രണ്ട് ഭാഗത്ത് കാട് പിടിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടുകണമെന്ന് അറിയുക. ഇനി വീട്ടിൽ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഈ ബസ് എന്തോ റൂട്ടിലോടുന്ന ബസ്സാണ്. ഒരു പ്രത്യേക തരം ബസ്സുമായിരിക്കും. ഹിമാചലിലൊക്കെ ഉള്ളൊരു ബസ്സിൻ്റെ രൂപമായിരുന്നു. നേപ്പാൾ, ഹിമാചൽ പ്രദേശിലൊക്കെ ഓടുന്ന ബസ്സിൻ്റെ രൂപമാണ്. ഈ ടൂർ വന്നിട്ട് ഉമ്മാരും മഴത്തെ ബസ് കയറുന്ന തുടങ്ങാനുള്ള സ്ഥലങ്ങൾ ആസ്വദിക്കാതെ. ഒരു വിധത്തിൽ ബൈക്കാരനൊക്കെ ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. മഴ കൂടിയിരിക്കണേ.
കട്ടായപ്പോഴോ വീണ്ടും പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ബസ്സാണ് തോന്നുന്നുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ബസ്സാണ് ആ പടം ബാക്ക് പോക്കാം. അതാ ഞാൻ പറഞ്ഞത് ഈ കാണാത്രയായിട്ടും ബസ് നേപ്പാളൊക്കെ കാണാനായിട്ടെന്ന് തന്നെ. ബസ്സൊക്കെ എന്താ രക്ഷയില്ല കേട്ടാ. അങ്ങോട്ടൊന്ന് നോക്കുകയാണെ കാണിച്ചു തരാം ആ ബ്ലോക്ക് എത്രത്തോളം ഉണ്ടെന്ന്. അവിടെ ഒക്കെ അതാ വണ്ടി. ആ ബസ് ഷൂട്ടിങ്ങിൻ്റെ ആണോ സംശയമുണ്ട്. ഫുൾ ബ്ലോക്ക്. 20 മിനിറ്റ് ബ്ലോക്കിൽ തന്നെ ഇരുന്നേ. 10-20 മിനിറ്റ് ബ്ലോക്കിൽ തന്നെ ഇരുന്നെന്ന് പറയാം. എപ്പോഴും ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല തണുപ്പ് പിടിച്ചിങ്ങനെ ശരീരത്തിന്. ബൈക്ക് ഓടുകയാണെങ്കിൽ ഒരു വിഷയമല്ല. നിർത്തിയിട്ട് മഴ ഉള്ളിടുമ്പോഴേ പെട്ടെന്ന് തണുക്കുണ്ട്. വാഗമൺ 7 കിലോമീറ്റർ, കുരിശുമല 10. ചായക്കടി അടച്ചിക്കണേ. നിൽക്കതിന് മുന്നൊന്ന് മൂത്രം അടി പിടിക്കാം. നമ്മളെ എണ്ണ നോക്കുകയാണെങ്കിൽ എണ്ണയും കുറവാണ്. അടിക്ക് എത്തിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വന്ന് നോക്കിയാലോ. പക്ഷെ മഴത്ത് കളി ഉണ്ടാവുമെന്ന് അറിയില്ല. പേരക്കന്മാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്നും മിരകണം വരുന്നുണ്ട്. അടി കുടിക്കാം. ചായ കുടിക്കണം. ആ അയിമാട്ടൊരു പേരക്ക ഇഷ്ടം പോലെ. ഒന്ന് കുടിക്കാലോ. 2 പേരക്ക അത് പറ്റൂല. നമ്മൾ മുന്നിൽ കിട്ടിയിരിക്കാം. അങ്ങനെ മായ കൊണ്ടിട്ട് ഒരു പേരക്കെങ്കിലും പറിക്കാതെ പോയാൽ വളരെ മോശമല്ലേ. ആളുണ്ടാവുന്ന ഒന്നും ഉണ്ടാവില്ലേ. അയ്യോ പൗത്ത പേരക്കട്ടാ. ഏത് ആ പേരക്കൊക്കെ ഇറങ്ങി മൂത്രം വയ്ക്കും ചെയ്യാം. പേരയ്ക്ക് ഇറക്കാം. അജ് ഇറങ്ങി നേരത്തെ വിട്ടരുത്. അത് ഞാനൊരു സാധനം നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു പേരക്ക ഞാൻ കണ്ട് ഇവിടെ അതാ സാധനം. ഇങ്ങോട്ടോക്കാനി അടിപൊളി പേര. നല്ല ജപ്പാൻ പേര ചേർത്താ. എനിക്ക് ചെറുതാട്ടി എൻ്റെ ഒക്കെ അവിടെ എന്താ വേറെ വലുത്. അതാ സാധനം നിൽക്കുന്ന അർത്ഥ രുചി. ആ കളറ് ആ കൊമ്പ് താത്തിയ പോരെ. ഇത്ര അടങ്ങരുണ്ടാ. എന്താ ഇവിടെ വെറൈറ്റി കളർ. മൂത്തത് തന്നെ ആവുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ കഴിച്ചില്ലെങ്കിലും ഇതാ സാധനം. വണ്ടീനെ കൊട്ടിയിലിട്ടേക്കാം. നമ്മൾ സാധനം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടാ. ഇനി വേറെ ഒന്നുണ്ട്. കയറി ആ ഞാൻ കണ്ടിക്കണ് വലുതൊന്ന്. പക്ഷെ അതവിടെ ഒരു മഞ്ഞ കളറില്. ഇത് കൊമ്പൊന്ന് വിളിച്ചാടാ. ആദ്യമേ വലുതുണ്ടാ കാജാ. എങ്ങനെയെങ്കിലും വിളിച്ചത് അതിമക്കാണ്ട് ചാടി തോന്നിക്കാ. കിട്ടിച്ചു. ഞാൻ ആട്ടിത്തരാ. നിക്ക് വിടരുതിട്ടാ. നായി എന്താ കുരക്കണേ സൗണ്ട് കേൾക്കണേ. കൊമ്പ് വിടരുത് ഉണ്ണിയെ. കിട്ടി തോന്നുന്നുണ്ട്. പ്രതീക്ഷിത വർത്തന കഴിഞ്ഞു. എന്താ വീണ്ടും വറുത്ത് അതിൻ്റെ മേലെ കൊത്തി പിടിച്ച് കയറിയല്ലോ. ഞാൻ അത് ആലോചിക്കുന്നത്. എല്ലാം മരത്തുമ്പോൾ ഓരോന്ന് എടുക്കാം. അപ്പോൾ എന്താ പറയുക, ടേസ്റ്റ് എല്ലാത്തിനും ടേസ്റ്റ് കിട്ടും നമുക്ക്. ആഹാ പേര. ഇവിടെ അടുത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവനെങ്ങനെയും പിടിക്കണം രാജാ. എന്താക്കണ് ഈ കൊമ്പ് വലിച്ചു നോക്കാം. അവിടെ 2 വേറെ കിട്ടാം. എന്താ കാട്ടണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയണില്ല.
തണുത്ത് വിറക്കുന്നുണ്ട്, മൂത്രം കഴിക്കാൻ പറ്റുന്നുണ്ട്. പേരൊക്കെ കണ്ടപ്പോൾ അത് അർത്ഥമാണ്. അതല്ല മറ്റേ കൊമ്പാ, ആ തടിയുള്ള കൊമ്പ്. ആ ഇതറാ ഇത് അതന്നെ. അത് കിട്ടും, ഇവിടെ കിട്ടും. ഈ കൊമ്പ് വലിച്ചാൽ കിട്ടും. അത് എടുക്കടാ, ഈ കൊമ്പടാ. ഈ തടിയുള്ളതും വലിക്കടാ. അത് താഴ്ന്നതാ. ഇത് കൂടി വലി കറണ്ട് കമ്പിമ്പൊക്കെ ഒന്നും പോണിയല്ല. എവിടെ അത് വീണാ? ഇതാ എവിടെ തിരിഞ്ഞാലും പേരക്ക വെറുതെ ഇങ്ങനെ ഉണ്ടായി കൊഞ്ഞാടി കെടുക്കാതെ ആയിട്ട് അതിമലൊക്കെ അതാ ഫുൾ പേരട്ടാ. ഏതായാലും കറക്റ്റ് സീസണിലാണ് അവിടെ എത്തിക്കണേ. ഇവിടെ 2 ദിവസം നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു തീരുമാനമാക്കാതെ ഇവിടുന്ന് എങ്ങനെ പോവുക? അതാ വലുത് ഒരു ഉണ്ട. ഇതിൻ്റെ അകത്ത് നോക്കാണി ഒരു മഞ്ഞ കണ്ട കാജ, ഒരു മഞ്ഞ നോക്കാം. എനിക്ക് അങ്ങനത്തെ താല്പര്യമില്ല, നമുക്ക് പച്ചയാണ് ആവശ്യം. ഇങ്ങനെ ഈ മധുരമുള്ള പച്ച. എവിടെ തിരിഞ്ഞാലും പേര. ഇത് വേറൊരു ഐറ്റം. ഇതിൻ്റെയൊക്കെ മുകളിൽ നിറച്ചുണ്ട്. എനിക്കൊന്നും ചോറ് വേണ്ടട്ടെ, എനിക്ക് ചോറൊന്നും വേണ്ട, ഇത് മതി. അത്രയും പേരതാ കടക്കാൻ. ഇതും ടേസ്റ്റ് ഉണ്ടാവും. ചിന്ന മഞ്ഞ. ഞാൻ അവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട്, കൈ വയ്ക്കാമല്ലോ ഇവിടുന്ന്. പേര കൈക്ക് കഴിക്കാം. ചെറിയ തോട്. വെള്ളം നല്ല ചൂടാ. നമ്മൾ മഴ ഇട്ടിട്ടാണോന്ന് അറിയില്ല. ചൂടുണ്ട് വെള്ളം. നമ്മൾ മഴ കൊണ്ടതുകൊണ്ടാണോന്ന് അറിയില്ല. നാവൊക്കെ ഉൾക്കലടങ്ങിട്ടാ തണുത്തിട്ട്. എടാ അങ്ങോട്ട് നോക്കാം കാജ, ഒരു മഞ്ഞ. ഇങ്ങോട്ട് നിങ്ങൾക്ക് ഈ ഓപ്പറിൽ കാണുമ്പോൾ ലോങ് ആയിട്ടാ തോന്നല്. ഒരു കല്ലെടുത്തെറിഞ്ഞ നോക്കാം. ഇനി ഇവിടെ ഞാൻ നേരിയ അത് വീണ് കൊണ്ടിയില്ലേ. ഇജ്ജ് എവിടെ കയറിയത്? അതല്ലിട്ടരാ കേട്ടാ. ഞങ്ങൾക്കൂടി ആരെയും വന്ന് തലക്കുടുങ്ങുമെന്നോ. ഒരു കയറും കൂടി. ഒരൊറ്റ ഒന്നും കൊടുക്കണിക്കല്ല. ഇജ്ജെവിടെ കൈ കയറണേ? വീണ് അത് എവിടേക്ക് പോയി? സാധനം വീണ്, പേര വീണ്. പക്ഷെ എവിടേക്ക് പോയി എന്നാവത്? ഇജ്ജ നേരെ അടി പോയോ? കാണ്ട് പോയി ഇങ്ങോട്ടേ വീണത്. ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടാ. മൃഗങ്ങൾ ഇറങ്ങി അവിടെ അടിച്ചാൽ മതി. നല്ല വെള്ള സൗകര്യമുണ്ട്. പോയിട്ടില്ലടാ, അതിൻ്റെ അടിയിലുണ്ട്. ഇന്റെ മോനെ ഏതാ സാധനം വേറെക്കാ കൈകിട്ടൊരു കടി. അമ്മ പേരാ. എന്നാണ്ട് വണ്ടിയുടെ അടുത്ത് പോവാ, അവിടുന്ന് കഴിക്കുക. ഇത് പോരാളിയാ, ചെറുത് മുതൽ വലുത് വരെ ഇഷ്ടം പോലെ പേരേട്ടാ. ഇതൊന്നും ആരും കൃഷിയായിട്ട് നടത്തുന്നല്ല. അത് റോഡ് സൈഡിൽ ഇങ്ങനെ മുളച്ചുണ്ടായ മരങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിമൊന്ന് അലാലും വരാമോ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അതായത് സാധനം തിന്നിക്കണ്. ഒരു തോട്ടി, ഫോൾഡബിൾ തോട്ടി വണ്ടി നോക്കാൻ പറ്റുമോ നോക്കണം. ഇത് ചാടി ഇറക്കണം, എറിഞ്ഞടിച്ചിട്ട് കിട്ടിയാൽ ഇത് ഭൗതി ഞാൻ കടിച്ചു നിൽക്കണ്. യാതാ പേര. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ കാട്ടേണ്ടിന്ന് അറിയണില്ല. ഈ പേരൊക്കെ കൂടി കണ്ടിട്ട് അടിപൊളി സാധനം, നാച്ചുറൽ. ചക്ക അവിടെ കിടക്കുന്നിട്ടാ. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കട്ടെ. ഇവിടെ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം. എനിക്ക് ഈ ഏരിയ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആണെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. ഇവിടെ നമുക്ക് റിസോർട്ടിൽ താമസം കിട്ടിയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. കാരണം കുളിച്ച് ഫ്രഷാകാൻ വെള്ളമുണ്ട്. ഒരു വൈബ് സ്ഥലം അത്. ഫുഡൊന്നും ആവശ്യമില്ല, അത് മതി. നാച്ചുറൽ ഫുഡ്.
നല്ല മഴ. ഒരു ചായ കുടിക്കണം, എൻ്റെ നിർത്തി ശരീരം ഒന്ന് ചൂടാക്കണം. ജി പറഞ്ഞ കാജ ചായ പറഞ്ഞ ആവി പറക്കണ ചായ, ആവി പറക്കണ ചായ മയത്ത്. അങ്ങനെ തന്നെ നമ്മളവിടുന്ന് ചായയും ഒരു ഓംലേറ്റൊക്കെ കഴിച്ച് സമയം വൈകിട്ട് 5 മണി ആയിരിക്കുന്നു. അത്യാവശ്യം നല്ല തണുപ്പാണ്. നമുക്ക് കിട്ടിയ റിസോർട്ടിക്ക് ഇവിടുന്ന് ഏകദേശം ഇനി 6 കിലോമീറ്റർ ഉണ്ട്. ആ പൈൻ ഫോറസ്റ്റിന് ഞാൻ ഇതിന് മുന്നേറിട്ട് വന്നപ്പോൾ ഗോപ്രോയിൽ വീഡിയോ എടുക്കാൻ ഒരു സമ്മതിക്കൂല, പൈസ കൊടുക്കണം തന്നെ. എന്നാൽ മൊബൈൽ എടുക്കുന്നത് കുഴപ്പമില്ല. ഗോപ്രോനേക്കായി നല്ല വിഷല് മൊബൈൽ എടുക്കാൻ പറ്റും. ഒരു ലെവലില്ലാത്ത നിയമങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ. ഇന്നിപ്പോൾ നമ്മൾ എവിടേക്ക് പോകണില്ല. ഇന്ന് നമ്മൾ നേരെ നമ്മൾ സ്റ്റേ കിട്ടി അവിടെ പോകും. വാഗമണ്ണിൽ നമുക്ക് കിസ്സിംഗ് മൗണ്ട് എന്ന് പറഞ്ഞ കോട്ടേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയാണിത്. ഫ്രണ്ടിൽ തന്നെ നല്ല മലനിരകളും കോട ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. പേരിന് അർത്ഥമാക്കുന്ന ഒരു സ്ഥലമാണിത്. ആ ഓക്കെ, കറക്റ്റ് സമയം നമ്മൾ ക്യാമറ ഓണാക്കിയ സമയത്ത് തന്നെ മൂപ്പരാണ് നമുക്ക് താമസം ഓഫർ ചെയ്തിട്ടുള്ളത്. മൂപ്പരെ കിട്ടുകയും ചെയ്ത്. ഇവിടുന്ന് രണ്ടിടത്തേക്ക് തിരിയുന്നുണ്ട്. നമുക്ക് കൊടുക്കാം. റൈറ്റാ ലെഫ്റ്റാ? റേഞ്ച് ഉണ്ടോ അവിടെ? റേഞ്ച് ഉണ്ടോ ഇതില്ലേ? അല്ല ഫോഗ് വെറുതെ ആ പേരിന് അർത്ഥമുള്ള സ്ഥലമാണല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഫോഗ് നിൽക്കണോക്കാണ് അവിടെ ഒരു പൊസിഷനിൽ ആരോ കൊണ്ടുവച്ചമാരിൽ നിർത്തലേ. നിങ്ങൾക്ക് ക്യാമറ കിട്ടുമെന്ന് അറിയില്ല, ഞാൻ എടുക്കാതെ ലാശാണ്ട് കാണാനാക്കളാം. ലാശുണ്ട് ഓൻ്റെ ഒപ്പം ആന വീഡിയോ ആന വീഡിയോ കളിക്കണോ പുക വന്നിണ്. അത് നമ്മൾ ഇന്നലെ താമസിച്ച വീട്ടിൽ അലം പറഞ്ഞാണ് ആന വീഡിയോ കളിക്കണ പുകയാണ്. അലീന അലീന എന്തായാലും കറക്റ്റ് ഇവര് മറ്റേ പേരിനോട് ആ നീതി പുലർത്തുന്ന ഒരു സ്ഥലത്താണ് സംഭവം ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും കയറി പോരണ രണ്ടാളെ വെച്ചിട്ട് ഇഞ്ചി നടന്നാൻ പോയിട്ടാ ഒറ്റക്ക് തന്നെ കയറുക എന്നുള്ള സംശയമുണ്ട് എനിക്ക്. ഒറ്റക്ക് തന്നെ കയറി കിട്ടിയാൽ മതി. രണ്ടാളെ വെച്ചിട്ട് അങ്ങനെ ദാ നമ്മൾ കിസ്സിംഗ് മൗണ്ടൻ നമ്മളെ കോട്ടേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഒന്ന് നോക്കാൻ നിങ്ങൾ. അമ്മ വ്യൂ എന്നറിയോ, രക്ഷയില്ല, പൊളി, അടിപൊളി ലൊക്കേഷൻ. ഇജ്ജ് വിളിച്ചാ അടിപൊളി പറഞ്ഞാൽ പോലെ വേറെ എന്തൊക്കെയാണ് ഇവിടെ. അങ്ങോട്ട് മണച്ചാട്ടം കോട കുടിച്ച് തിന്നാൻ. ഇതാണ് നമുക്ക്
കിട്ടിയ റൂം നമുക്ക് 2 റൂം കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂം നിങ്ങൾക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. വ്യൂ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണെന്ന് നമുക്ക് കിടക്കാനുള്ള റൂം. ഇത്രയും വലിയ ഒരു റൂമാണ് നമുക്ക് സൗജന്യമായിട്ട് തന്നിട്ടുള്ളത്. താഴെയുണ്ട്. ഈ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എടുത്താണ്. അതാ ഇവിടെ എത്ര പേർക്ക് എന്ന് പറഞ്ഞാൽ 6 പേർക്ക് ശരിക്ക് കിടക്കാൻ പറ്റിയ റൂമാണിത്. സോഫ കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഇനി ഇവിടുന്ന് 2 ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഇരുന്നാൽ കിട്ടണ വിഷ്വലും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഫീല് കിട്ടുള്ളൂ. ബാൽക്കണി ഏതാ വ്യൂ, ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഒന്ന് നോക്കണി. ഫുൾ കോട. ഒരു മയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ. അവിടെ തൊട്ട് ഫ്രണ്ടിലൊരു അരുവി ആയിരിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം അപ്പുറത്തുണ്ട്. ആ ഫ്രണ്ടിലുള്ള അരുവി ഞാൻ സൂം ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ നമ്മൾ അരുവി സൂം ചെയ്ത് കാണിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് ഈ അധികം കിട്ടുന്നത്. സൂം ഔട്ട് ചെയ്യാം. ഇതാരെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതെന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. ആളിപ്പോൾ പുറത്തു പോയതാണ്. എത്തിയിട്ട് ഞാൻ അവരും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, വാഗമൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് കിസി മൗണ്ടൈനത്തെ ഘോഷ് യെസ് ആളാണിത്. അതെ, ഋഷാദ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേ തരാണ്ട കാരണം പറയണം. സൗണ്ടിന്റെ വിഷയം വരില്ല. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സ്റ്റേ തരാണ്ട കാരണം ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അപ്പൊ നിങ്ങൾ വളരെ ചെറുപ്പം എൻ്റെ മകൻ്റെ ഒക്കെ പ്രായമുള്ള ഒരാളോ അങ്ങനെ ഒരാളോ ഈ ലോകത്തേക്ക് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. അങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ അന്ന് ഇട്ടത്. പക്ഷെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അത് ഓൾറെഡി ആ പ്രണയം യാത്രയോട് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഇതിൽ ഇട്ടിക്കണത്. അത് വന്നേക്കാണ് മൂപ്പര് എനിക്ക് അയച്ചെന്നപ്പോ തന്നെ ഞാൻ അവിടെ ഇന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ നോട്ട് ചെയ്തിട്ടില്ല. എടുക്കാൻ കുറെ കമന്റ് നമ്മളെ ഇതിൽ തന്നെ പേജിലും അങ്ങനെ കുറെ ഇത് വന്നപ്പോ പിന്നെ റീപ്ലൈ തരായിരുന്നു. അതുകൊണ്ട് സംഭവം ഞാൻ കണ്ട് നോട്ട് ചെയ്തില്ല. പിന്നീട് എനിക്ക് വിളിക്കാന്ന് പറയുന്നു. മൂപ്പര് നമ്മോട് പറഞ്ഞത് നാളെ മാളിനോട് നിന്നോളിന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് നിൽക്കാൻ സമയമല്ല. നമ്മൾ നാളെ വാഗമണ് കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുന്ന് നമ്മൾ കട്ടപ്പനക്ക് പോകും. അവിടെ നമുക്ക് ഒരു വീട്ടിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അതെ, ഇത് തന്നെ അടിപൊളിയാണ്. ഇതിന്റെ വിഷ്വൽസ് വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നില്ല. പകല് നേരം കൊടുത്തിട്ട് നമ്മൾ കാണാം. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ വീഡിയോ അവിടെ അവസാനിപ്പിക്കുള്ളൂ നമ്മൾ. അതെ, നേരം വെളുത്തൊന്നുമില്ല. രാത്രി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. രാവിലെ നല്ല പുട്ടും ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇതാ അപ്പം തന്നെ മഴ നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും മഴ തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുട്ടാണ്. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. 10:30 മണിക്കുള്ള വ്യൂ ആണ് ഇതിൻ്റെ. നമ്മളിവിടുന്ന് തങ്ങൾപ്പാറൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ തങ്ങൾപ്പാറ പോകണം. ഈ സമയത്ത് കയറ്റി വിടുക. നമ്മൾ മഴ ഉണ്ട്. ഇടിമിന്നലൊക്കെയുള്ള സമയത്ത് അങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ശരൺ ഘോഷ് തന്നെ നമ്മളെ ഏട്ട ഇവിടുന്ന് പുറത്ത് പോയതാണ്. മൂപ്പരുണ്ടെങ്കിൽ മൂപ്പര് നമുക്ക് ഒന്നും കൂടി ഇതിൽ കാണിക്കാം. നല്ലൊരു മനുഷ്യരാ. എല്ലാവിധ സപ്പോർട്ട് നമുക്ക് ഇവിടെ ചെയ്തെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ന് കട്ടപ്പനാണ്. തങ്ങൾപ്പാറ മറ്റേ വാഗമൺ മൊട്ടക്കുന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് കയറി കാണുള്ളൂ. പക്ഷേ തങ്ങൾപ്പാറ എന്തായാലും കയറണമെന്നുണ്ട്. നമ്മൾ അവിടെ കയറ്റി വിടുകയാണെങ്കിൽ നമ്മൾ തങ്ങൾപ്പാറ പോകും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മളിതാ കിസി മൗണ്ടൈനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ് തങ്ങൾപ്പാറ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എപ്പോൾ മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ചെറിയ മഴയായിരുന്നു. മഴത്ത് അതിൻ്റെ മേലേക്ക് കയറ്റി വിടുമെന്നുള്ള അറിയില്ല. ഇടിമിന്നലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ നമ്മൾ പോയി നോക്കുക. ഇവിടുന്ന് അതിൻ്റെ മുന്നേ നമുക്ക് എണ്ണടിക്കണം, ഫുഡ് കഴിക്കണം. ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ. അതെ, തങ്ങൾപ്പാറ മഴ കാരണമാണ് കയറ്റുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയി നോക്കാൻ മതി. റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച കാരണമാണ് കയറ്റുന്നില്ല. റെഡ് അലേർട്ട് ആയ കാരണം തോന്നുന്നുണ്ട്. ഇവർക്കൊന്നും സഞ്ചാരികളൊന്നുമില്ല ഈ റോഡ് കാലിയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കണം എന്താ ഈ വൈക്കുമ്പോൾ പോകണത് മാത്രമേ ഉള്ളൂ. ഇറങ്ങിയെടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നോക്കുകയാണെങ്കിൽ
റെയിൻ കോട്ടൊക്കെ ഇട്ട് നിശ്ചാതിട്ടാ ജയൻ്റെ പാൻറ് റെയിൻ കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു നിലക്കും മയക്ക് പിടി കൊടുക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ കാണാം. ചിലപ്പോൾ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ചിലർക്ക് പ്രകൃതി മഴ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ മാത്രം ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല, അങ്ങനത്തെ മഴയാണ്. എപ്പോൾ തുടങ്ങി ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ തന്നെ താമസിച്ചത് മഴ കാരണമാണ്. പക്ഷേ മഴക്കൊരു കുറവുമില്ല. ഇപ്പോൾ നല്ല രീതിയിൽ വീടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനിടയിൽ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കാലാവസ്ഥ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല. നമ്മളെ കട്ടപ്പന ഞങ്ങൾ പ്രിയാന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടൊരു ചേച്ചിയാണ്, ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരെ വീട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അതിൻ്റെ പോകുന്ന ഇടയിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പോകാൻ പറ്റൂല. ഇവിടുത്തെ ടൗണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനില്ല. ഓ, വെള്ളമൊക്കെ നല്ല ഒഴിക്കാട്ടാ. ചപ്പാത്തി ആ സാധനം മതി ധരിക്കില്ല, നേരിക്കാനേ. ആ സാധനം മതി നേരിക്കാൻ. എന്താണ് റോഡ് പണി? റോഡ് മാറ്റണം തന്നെ നമുക്ക് പോവല്ലോ ഇല്ലേ? കപ്പൻ ഉണ്ടാകും. റോഡിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? റോഡ് വർക്ക് നടക്കുകയാണ്, ചള്ളിയും ഒരു കഥ. റോഡിൻ്റെ അവസ്ഥ നോക്കൂ, റോഡിൻ്റെ അവസ്ഥ. അത് പോയിട്ട് പോവല്ലേ. കുതിര ചാടുന്ന മാതിരിയാണ് ബൈക്ക് കിടന്ന് ചാടുന്നത്. അങ്ങനത്തെ കുഴികളാണുള്ളത്. കുറച്ചാണ് റോഡ് നന്നാവും, കുറച്ച് കഴിഞ്ഞാൽ അതേമാതിരിയാവും. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ മഴ ചെറുതായിട്ട് നിന്നിട്ടുണ്ട്. നമ്മളെ സ്റ്റേ ചെയ്യാനുള്ള വീടിൻ്റെ അവിടെ എത്തിത്തുടങ്ങി. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളത് നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിലേക്കുള്ളത്. വീണ്ടും നമ്മൾ മലയോര മേഖലയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അത്രയും നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മഴയായിരുന്നു. നമ്മൾ ഇന്നത്തെ യാത്ര കട്ടപ്പനക്ക് അടുത്തുള്ള നെരിയപ്പാറ അല്ലേ ചേച്ചിയെ? നെരിയപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയ ചേച്ചിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. ചേട്ടന്റെ പേര് സുരേഷ് ചേട്ടൻ, അവരുടെ പേര്. പിന്നെ ഇവിടെ പറയാനുള്ളത് ആരൊക്കെ? അച്ഛനും അമ്മയും. വീട്ടിൽ പോയി. പിന്നെ ഒരു മകനെ ദുബൈയിലല്ലേ. ഇവിടെ കേറി വന്നേക്കന ഞാൻ നേരെ വണ്ടി നിർത്തി ചാമ്പക്ക മരത്തിന്റെ നേരെ ഫ്രണ്ടിലാണ്. അപ്പൊ നിറച്ച് കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പൊ പറിച്ചിട്ട് ചാമ്പക്ക മുളക് കൂട്ടിയ അടിയടിച്ച് ഇതിന്റെ പകുതി ഞാൻ തിന്ന് കഴിച്ചിട്ട് നാടകക്കാരി എന്താ റിസൾട്ട് എന്നുള്ളത്. അപ്പൊ ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മഴ എന്ന് പറഞ്ഞാൽ അവിടെ റെഡ് അലർട്ട് ഇരുന്ന് നല്ല മഴയായിരുന്നു. നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാജക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. എവിടെ ഇറങ്ങി കാണാൻ പറ്റില്ല, തങ്ങൾപ്പാറ ക്ലോസ് ആയിരുന്നു. അപ്പൊ നമ്മള് നേരെ ഇവിടെ ഓടി ഇവിടെ എത്തിയത് കോപ്പറിൽ വെച്ചിട്ട് വിഷലൊക്കെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇനിയും വീഡിയോ 2 ദിവസമായി ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഇനിയും വീഡിയോ നീട്ടിക്കൊണ്ടുപോയാൽ ഒരു ഇത് കിട്ടൂല. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഞാൻ ഇവിടുന്ന് കമ്പം തേനി അങ്ങനെ ആ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും